നല്ല കിടിലൻ രുചിയുള്ള ചിക്കൻ കൊണ്ടാട്ടം എങ്ങനെയാ വളരെ എളുപ്പത്തിൽ ചെയ്യാമെന്ന് വിശദമായി കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൊണ്ടാട്ടം ഉണ്ടാക്കാനായി 1 കിലോ കോഴിയിറച്ചിയാണ് എടുത്തിരിക്കുന്നത്. എല്ലോട് കൂടിയുള്ള കോഴിയിറച്ചിയാണ്. അതിനെ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്താണ്. എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം 1 കിലോ ഇറച്ചി. അതിൽ ചേർക്കാനായി നമുക്ക് ആവശ്യമുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അത് നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്നില്ല, വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കുകയാണ്. അതിനായിട്ട് 12 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ചെറിയ 3 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി അതിനെ മിക്സിയിലിട്ട് അരച്ചെടുക്കണം. ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചായിട്ടിരിക്കുന്നത്, വെളുത്തുള്ളി അതുപോലെ തന്നെ ഇട്ട് അരയ്ക്കുകയാണ്. അപ്പം അത് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇനി അതിനെ വീണ്ടും നന്നായി അരച്ചെടുക്കണം. ഇപ്പം നന്നായി അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ കിട്ടണം. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്നും വെളിയിൽ നിന്ന് വാങ്ങിക്കേണ്ട കാര്യമേ ഇല്ല. ഇനി നമുക്ക് ആ ചിക്കനെ ഒന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഈ മുളക് പൊടി എരിയുള്ള മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കൂടെ മിക്സാണ്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ, ഇത് നമ്മളിപ്പം അരച്ചെടുത്തത്. പിന്നെ 1 ടീസ്പൂൺ ഉപ്പ് ഇപ്പോൾ 1 ടീസ്പൂൺ ചേർക്കുന്നുള്ളൂ. പിന്നെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. പിന്നെ അതിലേക്ക് 1 നാരങ്ങ പിഴിഞ്ഞ് ചേർക്കുകയാണ്. നാരങ്ങ ഇല്ലെങ്കിൽ 1/2 ടീസ്പൂൺ വിനാഗിരി ചേർക്കാവുന്നതാണ്. ഈ നാരങ്ങയോട് അതിൽ ചേർക്കുമ്പോഴത്തേക്ക് ചിക്കൻ നല്ല സോഫ്റ്റ് ആകുകയും മസാലയെല്ലാം വളരെ പെട്ടെന്ന് അതിനുള്ളിലേക്ക് പിടിക്കുകയും ചെയ്യും. അതിനാണ് നാരങ്ങ ചേർക്കുന്നത്. ഇനി അതിനെല്ലാം കൂടെ നന്നായി യോജിപ്പിച്ച് 1 തണ്ട് കറിവേപ്പിലയും കൂടി ചെറുതായി മുറിച്ച് ചേർത്ത് 1 മണിക്കൂർ മിനിമം വെക്കണം. 1 മണിക്കൂർ കഴിയുമ്പോൾ ആ ചിക്കനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് 1/2 കപ്പ് വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ വെളിച്ചെണ്ണയാണ് ഫ്രൈ ചെയ്യുന്നത്. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കും. ആ വെളിച്ചെണ്ണയിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോന്നോരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം. സ്റ്റൗ മീഡിയം ഫ്ലെയിമിലായിരിക്കണം. ഇനി അതിനെ 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. ഇങ്ങനെ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ചിക്കൻ പെട്ടെന്ന് വെന്ത് കിട്ടുകയും നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. 5 മിനിറ്റിന് ശേഷം ചിക്കനെ എല്ലാം ഒന്ന് തിരിച്ചിടണം. എല്ലാം തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും 5 മിനിറ്റും കൂടെ അടച്ചു വെക്കണം. ഈ സമയത്ത് സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. ഇപ്പോൾ 5 മിനിറ്റോട് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനൊക്കെ അത്യാവശ്യം വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇടവേളയിൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി അതിനെ വെള്ളമെല്ലാം പറ്റിച്ച് ഫ്രൈ ആയിട്ടെടുക്കണം. മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ ചിലപ്പം അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ചിക്കൻ നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. സമയം നോക്കണ്ട, നമുക്ക് ഈ പരുവത്തിലാണ് കിട്ടേണ്ടത്. ഈ പരുവാകുമ്പോഴത്തേക്ക് സ്റ്റൗ ഓഫ് ചെയ്യണം. ചിക്കൻ ഒരുപാട് മൂത്ത് പോകരുത്. ചിക്കൻ്റെ നിറം ഒന്ന് മാറി വരുമ്പോഴേ എടുക്കണം. ഒരുപാട് മൂത്ത് പോയി കഴിഞ്ഞാൽ ചിക്കൻ ഒരുപാട് ഹാർഡായി പോകും. ഇനി ആ ചിക്കനെ എല്ലാം എടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനിയും ബാക്കി മസാല എല്ലാം ചേർത്ത് കൊണ്ടാട്ടം ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ആദ്യം ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കി വന്ന എണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 3 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കണം. അതിനെ ലോ ഫ്ലെയിമിൽ ഏതാണ്ട് ഒരു 1/2 മിനിറ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നീട് അതിലേക്ക് കീറിയ ഉള്ളി ചേർത്ത് കൊടുക്കണം. ഞാൻ ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. 35 എണ്ണം എടുത്തിട്ടുണ്ട്. തൂക്കം പറയുകയാണെങ്കിൽ ഏതാണ്ട് 170 ഗ്രാമോളം ഉണ്ട്. അതിനെ കീറിയായിടുന്ന ഒരുപാട് അരിഞ്ഞ് ചെറുതാക്കരുത്. പിന്നീട് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കണം. അതിനെല്ലാം കൂടെ ലോ ഫ്ലെയിമിൽ ഏതാണ്ട് ഒരു 2 മിനിറ്റോളം വഴറ്റി കഴിയുമ്പോഴത്തേക്ക് ഉള്ളിയൊക്കെ വഴണ്ട് നല്ല പരുവായിട്ട് വരും. പിന്നീട് അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ലോ ഫ്ലെയിമിൽ 1 മിനിറ്റോളം മൂപ്പിച്ചെടുക്കണം. ഈ ഗരം മസാല ഞാൻ തന്നെ പൊടിച്ചെടുത്താണ്. ഗരം മസാല ഉണ്ടാക്കുന്ന റെസിപ്പി മുകളിലത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ കാണാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കണം. ചില്ലി ഫ്ലേക്സ് എന്ന് പറഞ്ഞാൽ മുളക് ചതച്ചാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് മുകളിലത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ കാണാം. അതിനെല്ലാം കൂടെ ലോ ഫ്ലെയിമിൽ വീണ്ടും 1 മിനിറ്റ് കൂടെ വഴറ്റിയെടുക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഒക്കെ മൂത്ത് മുളകിൻ്റെ ചെറിയൊരു മണം അടിച്ചു തുടങ്ങും. ഇനി അതിലേക്ക് 1/4 കപ്പ് ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഈ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുമ്പോൾ നമ്മുടെ ഈ റെസിപ്പി നല്ല സ്പൈസി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ എരിശകലം കുറയ്ക്കാൻ സഹായിക്കും. ടൊമാറ്റോ കെച്ചപ്പ് ഇല്ലെങ്കിൽ നന്നായി പഴുത്ത വലിയൊരു തക്കാളിക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് അരച്ച് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. വീണ്ടും ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് വഴറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പം നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഉപ്പ് ഗ്രേവിക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ആദ്യം നമ്മൾ ചിക്കൻ മാറിനേറ്റ് ചെയ്യുമ്പോൾ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റേജിൽ ഒന്നുകൂടി ഉപ്പ് നോക്കി ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനെ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കണം.
ഇനി ലോ ഫ്ലെയിമിൽ അതിനെല്ലാം കൂടെ നന്നായി യോജിപ്പിച്ചെടുക്കണം. ആ മസാലയെല്ലാം ചിക്കനെ മുഴുവനും പിടിക്കണം. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ ഏതാണ്ട് ഒരു 2 മിനിറ്റോളം വഴറ്റിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് ലോ ഫ്ലെയിമിൽ 1 മിനിറ്റും കൂടെ വഴറ്റിയെടുക്കണം. അപ്പോൾ അതിൻ്റെ ഗ്രേവിയെല്ലാം നല്ലതായിട്ട് തിക്കായിട്ട് ചിക്കൻ്റെ പുറത്തെല്ലാം നന്നായിട്ട് പുരണ്ട് വന്നിട്ടുണ്ട്. ഈ റെസിപ്പി ആദ്യം പറഞ്ഞ പോലെ നല്ല സ്പൈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം. ഈ റെസിപ്പികൾ കണ്ടു നോക്കൂ, താങ്കൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും.